ഗുഡ് മോർണിംഗ്. മാർക്ക് അക്കാദമിയുടെ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സുമേഷ്. കൂടുതൽ നമ്മുടെ SLC ഹിന്ദി ചാപ്റ്ററിനെ കുറിച്ച് പൊതുവായിട്ട് ഞാൻ പറയാം. നമുക്ക് ടോട്ടലായിട്ട് 5 യൂണിറ്റാണ് പഠിക്കാനുള്ളത്. 5 യൂണിറ്റ്, ഓരോ യൂണിറ്റിലും 4 ചാപ്റ്റർ വീതമുള്ള 5 യൂണിറ്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഓരോ യൂണിറ്റിലും ഓരോരോ ചാപ്റ്റർ അതിരിക്ത് വാചനായിട്ടുണ്ട്, എക്സ്ട്രാ റീഡിങ്ങിനായിട്ട്. ഓക്കെ, ആദ്യത്തെ യൂണിറ്റിലെ ചാപ്റ്റർ നമുക്ക് പഠിക്കേണ്ട ചാപ്റ്ററുകൾ ഞാൻ പറയാം. അതിൽ ഒന്നാമത്തെ പാഠം തന്നെ ബീർബഹൂട്ടി എന്ന് പറയുന്നൊരു കഥയാണ്, കഹാനി കഥ, ബീർബഹൂട്ടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്തത് ഹദാശാസെ ഏക്ക് വ്യക്തി ബൈഠ് ഗയാദ എന്ന് പറയുന്ന ഒരു ടിപ്പണിയാണ്. ഹദാശാസെ ഏക്ക് വ്യക്തി ബൈഠ് ഗയാദ. പിന്നെ അടുത്തത് വരുന്നത് ഒരു കവിതയാണ്, ടൂട്ടാ പഹിയ എന്ന് പറയുന്ന ഒരു കവിത. ഇത്രയാണ് ഫസ്റ്റത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ. അപ്പോൾ നമുക്ക് ആദ്യത്തെ പാഠത്തിലേക്ക് തന്നെ പോകാം. ഫസ്റ്റ് തന്നെ ഒരു മനോഹരമായ ഒരു കഥയാണ് ബീർബഹൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ആ കഥയുടെ ആദ്യത്തെ ഇൻട്രൊഡക്ഷനായിട്ട് ഞാൻ പറയാം. ചുരുക്കം കഥ എന്താണെന്നുള്ളത്. ഒരു ദോസ്തി കെ ബാരെ മേ ലിഖി ഹുയി ഏക്ക് കഹാനി ഹെ. ദോസ്തി കാ അർത്ഥം നിങ്ങൾക്കറിയാം. എന്താണ് ദോസ്തി എന്ന് പറഞ്ഞാൽ? എന്താ ദോസ്തി പറഞ്ഞാൽ? സൗഹൃദം, ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചുള്ള ഒരു കഥയാണ് ഒന്നാമത്തെ പാഠത്തിൽ തന്നെ ഉള്ളത്, ബീർബഹൂട്ടി എന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അത് നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോവാം. ബീർബഹൂട്ടി എന്ന് പറയാം. ഇതിലെ ക്യാരക്ടറിനെ കുറിച്ച് അതിന് ഇൻട്രൊഡക്ഷനായിട്ട് ആരൊക്കെയാണ് ഈ കഥയിലുള്ളത് എന്നുള്ളത് ഒന്ന് ഞാൻ പറയാം. ബേല, സാഹിൽ എന്ന് പറയുന്ന 2 കുട്ടികളുടെ കഥയാണ്. ബേല, സാഹിൽ 5ാം ക്ലാസ്സിലാണ് അവർ പഠിക്കുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു സൗഹൃദത്തെക്കുറിച്ചാണ് ഇവിടെ ഈ ചാപ്റ്ററിൽ പ്രതിപാദിക്കുന്നത്. എങ്ങനെ അവരുടെ സൗഹൃദം എങ്ങനെയാണ് അവർ മുന്നോട്ട് പോകുന്നത്, അതിനെക്കുറിച്ചൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റത്തെ പാരഗ്രാഫ് ഞാൻ നന്നായിട്ട് വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഫസ്റ്റത്തെ ചാപ്റ്റർ ശ്രദ്ധിക്കുക. ഫസ്റ്റത്തെ പാരഗ്രാഫ്, ബാദൽ ബഹുത്ത് ബർസ് ലിയേ थे, फिर भी बहुत सारा पानी उनमें बचा हुआ था. वे खेतों जंगलों के ऊपर छाए हुए थे. सारा आकाश मेघों से भरा था. मेघों की छायाओं में गीली हवाएं इधर उधर घूम रही थी. पेड़ों के तने अभी भी गीले थे. मूंगफलियों के हरे खेतों में पीले फूल अभी भी गीले थे. खेतों में छोटा छोटा बाजरा उगा था. बाजरे के लंबे पतले बारिश की हवा में गीली खेतों और बारिश की हरियाली की गंध घुली हुई थी. ഒന്നുകൂടി നോക്കുക, അതിൻ്റെ മീനിങ് ഞാൻ പറയാം. ബാദൽ ബഹുത്ത് ബർസ് ലിയേ. ബാദൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചതാണ്. എന്താണ് അർത്ഥം? മേഘം, കാർമേഘം എന്നല്ലേ. ബാദൽ ബഹുത്ത് ബർസ് ലിയേ, മേഘങ്ങൾ ധാരാളമുള്ള കാലം. എന്താണ്? മഴക്കാലം അല്ലേ, സീസണ് മഴക്കാലമായിരുന്നു. ഫിർ ബി, എന്നിട്ട് പോലും, ബഹുത്ത് സാരാ പാനി ഉന്മേ ബച്ച ഹുവാദ, എന്നിട്ട് പോലും കുറേ വെള്ളം ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോന്നു. ആ വെള്ളം, കാർമേഘങ്ങളിൽ നിന്ന് വരുന്ന വെള്ളം, വേ ഖേത്തോം ജംഗളോം കെ ഊപ്പർ ഛായേ ഹുയേ. അവ എവിടെയാണ്? ഖേത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വയലുകൾ. ഖേത്തോം വയലുകളിലും, അതുപോലെ തന്നെ ജംഗളോം കെ ഊപ്പർ, ജംഗൾ എന്ന് പറഞ്ഞാൽ കാട് അല്ലേ, കാടുകളുടെ മുകളിലൊക്കെ ഛായേ ഹുയേ. ഛായേ എന്ന് പറഞ്ഞാൽ നിഴലായിട്ട് ഇങ്ങനെ വ്യാപിച്ച് നിന്നു. സാര ആകാശ് മേഘോം ഷെ ബരാദ, ആകാശം മുഴുവനും മേഘങ്ങളാൽ നിറഞ്ഞിട്ടുണ്ട്. ആകാശം മുഴുവനും എന്തുണ്ട്? മേഘങ്ങളാൽ നിറഞ്ഞിട്ടുണ്ട്. മേഘോം കി ഛായാവോമേം ഗീലി ഹവായേം ഇതർ ഉദർ ധൂമ രഹീദി. അങ്ങനെ ആ മേഘങ്ങളുടെ നീലകളിൽ ആ ഗീലി ഹവായേം, ഗീലി ഹവ എന്ന് പറഞ്ഞാൽ എന്താ? തണുത്ത
കാറ്റ് അല്ലേ, ഈർപ്പമുള്ള തണുത്ത കാറ്റുകൾ ഇതർ ഉദർ ധൂമരഹീതി, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്താണ് ഇതർ ഉദർ എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ധൂമരഹീതി ഇങ്ങനെ വ്യാപിച്ച് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പേടോം കെ തന്നെ അബീബി ഗിലേദേ, അദ്ദേഹം പറയുന്നു പേടോം കെ തന്നെ, മരങ്ങളുടെ, പേട് എന്ന് പറഞ്ഞാൽ അറിയാം അല്ലേ, ട്രീ, മരങ്ങളുടെ കൊമ്പുകൾ, തനെ എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച്, ശാഖകൾ, അബീബി ഗിലേദേ, ഇപ്പോഴും ഈർപ്പമുണ്ടായിരുന്നു, നനവുള്ളതാണ്, ഇപ്പോഴും മരക്കൊമ്പുകളൊക്കെ ഇപ്പോഴും നനഞ്ഞിരുന്നു. മുക്ഫലിയോം കെ ഹരേ ഗേത്തോമേ പീലെ ഫൂൽ അബീബി ഗിലേദേ, അങ്ങനെ മുക്ഫലി നിലക്കടലുകളുടെ അല്ലെ, മുക്ഫലി എന്ന കടൽ, നിലക്കടലിലെ ആ വയലുകളിൽ ആ ഗേത്തോമേം, ഗേത്തന വയലുകളിൽ പീലെ ഫൂൽ, ആ മഞ്ഞ പൂക്കളൊക്കെ, പീല ഫൂൽ നമുക്കറിയാം അല്ലെ, ആ മഞ്ഞ പൂക്കളൊക്കെ അബീബി ഗിലേദേ, ഇപ്പോഴും എന്തുണ്ടായിരുന്നു, നനഞ്ഞത്, ഈർപ്പമുണ്ടതായിരുന്നു. ഗേത്തോമേം ചോട്ട ചോട്ട ബാജ്ര ഉഗാദ, വയലുകളിൽ ചെറിയ ചെറിയ ബാജ്ര ചോളം, ബാജ്ര, ആ ചോളത്തിൻ്റെ ആ ചെടികളൊക്കെ മുളച്ചിരുന്നു. ഉഗാദ, ഉഗാദാൻ മുളയ്ക്കുക, അതിങ്ങനെ മുളച്ചിരുന്നു. ബാജ്രോം കെ ലംബെ പത്തലെ പാത്തോമേ പാനിക്ക് ബൂന്തേം അടക്കി ഹുയിദി, അങ്ങനെ ആ നിലക്കടലയുടെ ലംബെ പത്തലെ, നീളമുള്ളതും, പത്തലെ എന്ന് പറഞ്ഞാൽ കനം കുറഞ്ഞത്, നേർത്തതുമായ ആ ഇലകളിൽ പാത്തോമേം, പാത്ത് എന്ന് പറഞ്ഞാൽ ഇലകളിൽ പാനിക്ക് ബൂന്തേം, വെള്ളത്തിൻ്റെ ആ തുള്ളികൾ, ബൂന്തേം തുള്ളികൾ എന്തുണ്ടായിരുന്നു, അടക്കി ഹുയീതി, അതിലിങ്ങനെ പറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു, ആ ഇലകളിൽ ആ വെള്ളത്തുള്ളികൾ ഇങ്ങനെ പറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. ബാരിഷ് കി ഹവ മേം ഗീലി ഖേത്തോം, അങ്ങനെ ആ മഴയുടെ ഈ കാറ്റിൽ ആ മഴയുടെ ആ കാറ്റിൽ തണുത്ത വയലുകളും, അതുപോലെ തന്നെ ബാരിഷ് കി ഹരിയാലി കി ഗന്ധ് ഗുലി ഹുയീദി, ആ മഴയുടെ അതിൽ എന്താണ് ഹരിയാലിക്ക് ഗന്ധ്, ആ പച്ചപ്പിൻ്റെ ഗന്ധം അതിൽ ലയിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഒന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് എന്താണ്, മഴക്കാലം വരുമ്പോൾ ഉണ്ടാകുന്ന പ്രകൃതിയിൽ ചെടികളൊക്കെ മുളച്ചു വരുന്നു, ആ വെള്ളങ്ങൾ, മഴത്തുള്ളികൾ ഇലകളിലും മരക്കൊമ്പുകളിലും എല്ലായിടത്തും പൂവിലുമൊക്കെ പറ്റിപ്പിടിച്ചിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ പാരഗ്രാഫ്. നോക്കാം, അടുത്ത് രണ്ടാമത്തെ പാരഗ്രാഫിൽ നമുക്ക് പോവാം. ഉനേം ബീർ ബഹൂട്ടിയം സെ മിൽന പോത്താ ധാ, അങ്ങനെ അവിടെ അവയിൽ ആ ഈർപ്പമുള്ള ആ വയലിൽ ബീർ ബഹൂട്ടിയം സെ മിൽന ഹോത്താദാ, ആ ബീർ ബഹൂട്ടികളെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു, അവിടെ കാണാമായിരുന്നു, ബീർ ബഹൂട്ടികളെ ലഭിക്കുമായിരുന്നു. സോ വേ സ്കൂൾ കെ ലിയേ ഗർ സെ കുച്ച് സമയ പഹലെ നിഖൽ ആത്തേത്, അങ്ങനെ അവർ അല്ലേ സ്കൂളിലേക്ക് വീട്ടിൽ നിന്നും കുച്ച് സമയ പഹലെ നിഖലാത്തേതേ, കുറച്ച് സമയം മുമ്പ് തന്നെ അവർ പുറപ്പെട്ടു. നിഖലാന എന്ന് പറഞ്ഞാൽ പുറപ്പെടുക. ഈ കുട്ടികൾ സ്കൂളിലേക്ക് എന്നും പോകുന്നതിനെക്കാട്ടി ഇന്ന് കുറച്ച് നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ അവർ എന്തിനാണ് ഈ ബീർ ബഹൂട്ടികളെ കാണാൻ വേണ്ടിയിട്ട്. കസ്ബെ സെ സട്ടെ ഇൻ ഖേത്തോ മേം ബീർ ബഹൂട്ടിയം ഘോഷ കർത്തേതേ, അങ്ങനെ അവർ ആ കസ്ബെ എന്ന് പറഞ്ഞാൽ സ്മോൾ ടൗണ്, ചെറിയ ആ പട്ടണം, ആ പ്രദേശത്ത് നിന്ന് അവരെന്ത് ചെയ്തു, ഇൻ ഗേത്തോമേം ഈ വയലുകളിൽ ബീർ ബഹൂട്ടികളെ ഗോജ കർത്തേത്, ഗോജ കർണ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, അന്വേഷിക്കുക, തിരഞ്ഞു നോക്കുക. അങ്ങനെ അവർ ആ പട്ടണത്തിൽ നിന്ന് ഈ വയലിലേക്ക് നേരത്തെ തന്നെ ഇറങ്ങി ഈ ബീർ ബഹൂട്ടികളെ അവരിങ്ങനെ അവിടെ തിരഞ്ഞ് നോക്കിയിരുന്നു. ആ ബീർ ബഹൂട്ടികളെ പ്രത്യേകതയാണ് പറയുന്നത്. സൂർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, വളരെ മൃദുവായത്, നേർത്തത്. ഗുലായം എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും അർത്ഥം ഒന്ന് തന്നെ, വളരെ നേർത്തതും അതുപോലെ തന്നെ മൃദുവായതുമായ സൂർക്ക്. വേറെ സൂർക്ക് രക്തത്തിൻ്റെ നിറം എന്നർത്ഥമുണ്ട്, ചുവപ്പ് നിറത്തിലുള്ളതും. അതുപോലെ തന്നെ ഗുലായം ഗദ്ബദി വളരെ നേർത്തതും അതുപോലെ തന്നെ മൃദുവായതുമായ ആ ബീർ ബഹൂട്ടികൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇവർ നേരത്തെ തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. ധർത്തി പർ ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തേ, ഇനി ആ ബീർ ബഹൂട്ടികളുടെ പ്രത്യേകതയാണ് പറയുന്നത്. ധർത്തി പർ ചൽത്തി ഫിർത്തി, ധർത്തി എന്ന് പറഞ്ഞാൽ എന്താ, ഭൂമി, നിലത്ത് അല്ലേ, നിലത്തൂടെ അവർ ചൽത്തി ഫിർത്തി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നത് കാണാൻ വളരെ അല്ലേ പ്രിയപ്പെട്ട സ്നേഹമുള്ള തുള്ളികൾ, രക്തത്തിൻ്റെ അല്ലേ തുള്ളികൾ പോകുന്നത് പോലെയാണ് തോന്നുന്നത്. ഖൂൻ കി പ്യാരി പ്യാരി, ഖൂൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ്,
ചുവന്ന നിറം അല്ലേ, രക്തത്തിൻ്റെ നിറം, രക്തം, ആ രക്തത്തുള്ളികൾ അവിടെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് പോലെയാണ് ഈ ബീർബഹുട്ടിയിൽ നടക്കുന്നത് കൊണ്ട് പോകുന്നത്. ഉൻകെ ബസ്തേ ഉൻകി പീട്ട് പർ ലതേ ഹോത്തേ ദേ കന്തോം പർ ടഗേ ഹോത്തേ ദേ. ഉൻകെ ബസ്തേ, അങ്ങനെ അവരുടെ, ഉൻകെ ബസ്തേ എന്ന് പറഞ്ഞാൽ എന്താ, ബാഗ്, സഞ്ചികൾ, ദൈല, വേറെ മീനിങ് ആണ് ദൈല അല്ലേ. അവരുടെ ആ ബാഗ് എന്തുണ്ടായിരുന്നു, ഉൻകെ ബസ്തേ പീട്ട് പർ ലതേ ഹോത്തേ ദേ. പീട്ട് എന്ന് പറഞ്ഞാൽ പുറത്ത് അല്ലേ, അവരുടെ പുറത്ത് ഇങ്ങനെ എന്തുണ്ടായിരുന്നു, ലതേ ഹോത്തേതെ ചേർന്നിരിക്കുന്നു, ഒട്ടിച്ചേർന്ന് അവരുടെ പുറത്ത് ബാഗ് ഇങ്ങനെ പുറത്ത് ചേർന്നിട്ടുണ്ട്. കന്തോം പർ ടഗേ ഹോത്തേ, അവരുടെ തോളിൽ, തോളിൽ കന്ത എന്ന് പറഞ്ഞാൽ ഷോൾഡർ, തോള് അല്ലേ, അവരുടെ തോളിൽ ഇങ്ങനെ ലതേ ടഗേ ഹോത്തേ പറഞ്ഞാൽ തൂക്കിയിടുക. അങ്ങനെ ഈ കുട്ടികൾ ബാഗൊക്കെ തൂക്കിയിട്ട് അവരുടെ പുറത്ത് അത് ചേർന്ന് നിന്നിട്ട് ആ ബീർബഹുട്ടികൾ ഇങ്ങനെ തിരയുന്നു. വേ ഏക് ദൂസരെ കെ ബഹുത്ത് നസ്ദീക് രഹ്കർ ബൽക്കി കഹ്നാ ചാഹിയേ ബിൽകുൽ സഡ്കർ ബീർബഹൂട്ടിയാം ഗോച്തേ ദേ. അങ്ങനെ വേ അവർ ഏക് ദൂസരേക്ക് ബഹുത്ത്, ഏക് ദൂസരേക്ക് എന്ന് പറയുന്നത് ഒരാൾ മറ്റൊരാളുടെ, ഏക് ദൂസരേക്ക് അല്ലേ, അങ്ങനെ അവർ ഒരാൾ മറ്റൊരാളുടെ, ബഹുത്ത് നസ്ദീക് രേക്കാർ, ബഹുത്ത് നസ്ദീക് എന്ന് പറഞ്ഞാൽ, നസ്ദീക് എന്ന് പറഞ്ഞാൽ അടുത്ത് അല്ലേ, ബഹുത്ത് നസ്ദീക് എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത് ചേർന്ന് നിന്നിട്ടാണ് അവരിങ്ങനെ തിരയുന്നത്. ബൽക്കി കഹ്ന ചാഹിയെ, തികച്ചും നമുക്ക് പറയാൻ പറ്റും, ബൽക്കി എന്ന് പറഞ്ഞാൽ തികച്ചും അല്ലേ, തികച്ചും നമുക്ക് പറയാൻ പറ്റും എന്താണ്, ബിൽകുൽ സഡ്കർ ബീർബഹൂട്ടിയാം ഗോച്തേ ദേ. അവർ തികച്ചും എന്താണ്, നമ്മൾ ബൽക്കി കഹ്ന ചാഹിയെ അല്ലെ, നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും എന്താണ്, ബിൽകുൽ സഡ്കർ ബീർബഹൂട്ടിയാം ഗോച്തേ ഹേ. അങ്ങനെ ഇവര് എന്താണ്, തികച്ചും സഡ്കർ, സഡ്കർ എന്ന് പറഞ്ഞാൽ ചേർന്ന് നിൽക്കുക, അവർ ചേർന്ന് നിന്നിട്ടാണ് ഈ ബീർബഹൂട്ടികളെ തിരയുന്നത്. ഉനേം ദേഖ്നെ കെ ലിയേ വേ ബാരിഷ് കി ഗന്ധ് ഭരി ബുരി ജമീൻ പർ ബൈഠ് ജായാ കർത്താ ഥേ. അങ്ങനെ ഉനേം ദേഖ്നെ കെ ലിയേ, അവയെ കാണുന്നതിന് വേണ്ടിയിട്ട്, ഏതിനെ കാണുന്നതിന് വേണ്ടിയിട്ടാണ്, ഈ ബീർബഹൂട്ടികളെ കാണാൻ വേണ്ടിയിട്ട് ഇവര് എന്ത് ചെയ്തു, ബാരിഷ് കി ഗന്ധ് ഭരി ബുരി ജമീൻ പർ, ആ മഴ നിറഞ്ഞ അല്ലേ, ആ മഴയുടെ ഗന്ധം നിറഞ്ഞ ജമീൻ പർ, ആ ഭൂമിയിൽ അവര് ബൈഠ് ജായാ കർത്തേത്, അവരവിടെ ഇരുന്നിട്ടാണ് ഈ ബീർബഹൂട്ടികളെ ഇങ്ങനെ തിരഞ്ഞിരുന്നത്. മനസ്സിലായില്ലേ? രണ്ടാമത്തെ പിറകിൽ അവർ ആ ബീർബഹൂട്ടികളെ തിരയാൻ വേണ്ടിയിട്ട് നേരത്തെ സ്കൂളിൽ നിന്നോ അല്ലേ, സ്കൂളിലേക്ക് നേരത്തെ ഇറങ്ങുകയും, ആ ബീർബഹൂട്ടികളുടെ പ്രത്യേകത പറയുന്നത് ചുവപ്പ് നിറവും വളരെ നേർത്ത മൃദുവായതുമായ ബീർബഹൂട്ടികളാണ്. അവർ അല്ലേ നടന്നു, അത് അവരെ കണ്ടാൽ തന്നെ വളരെ സ്നേഹമുള്ള രക്തത്തുള്ളികൾ അവിടെ ഇവിടെ കിടക്കുന്നത് പോലെയാണ് കാണുന്നത് എന്നൊക്കെ. അങ്ങനെ അവർ ഇനി കുട്ടികൾ ബാഗ് തോളിലൊക്കെ ഇട്ടിട്ട് ആണ് ഈ ബീർബഹൂട്ടികളെ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവരിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. बेला देखो इस बीरबहूटी का रंग तुम्हारे रिबन के जैसा लाल है, സാഹിലിനെ കഹ. അങ്ങനെ ഇവർ തിരഞ്ഞെടുക്കിൽ എന്താ ഒന്ന് കണ്ടു. അപ്പോൾ സാഹിൽ പറഞ്ഞു, എന്താ പറഞ്ഞത്, ബേല ദേക്കോ, അല്ലേ ബേല ഇങ്ങോട്ട് നോക്കൂ, ഇസ് ബീർബഹൂട്ടി കാ രംഗ്, ഈ ബീർബഹൂട്ടിയുടെ നിറം, ഇസ് ബീർബഹൂട്ടി കാ രംഗ് തുമാരെ റിബൺ കെ ജൈസ ലാൽ ഹേ, നിന്റെ റിബണെ പോലെ, റിബൺ ക ജൈസ ലാൽ ഹേ, നിന്റെ റിബണെ പോലെ ചുവപ്പ് നിറമാണ്, ലാൽ ചുവപ്പ് നിറമാണ്. ഇത് കേട്ടപ്പോൾ തുമ്നെ കുച്ച് സുനാ ബേല, സാലി പിന്നെയും ചോദിച്ചു, തുമ്നെ കുച്ച് സുനാ ബേല, നീ എന്തെങ്കിലും കേട്ടോ, ബേല നീ എന്തെങ്കിലും കേട്ടോ. ഹാം സുനാ പഹലി ഘണ്ടി ലഗി ഗയി ഹേ. അപ്പോൾ പറഞ്ഞു, അതെ, ഹാം സുനാം ഞാൻ കേട്ടു. എന്താ കേട്ടത്, പഹലി ഘണ്ടി ലഗി ഗയി ഹേ, ആദ്യത്തെ ബെല്ലടിച്ചു, പഹലി ഘണ്ടി ലഗി ഹേ, ആദ്യത്തെ ബെല്ലടിച്ചു, പഹലി ഘണ്ടി ലഗി ഗയി ഹേ, ലേക്കിൻ മുझे പെൻ മേം സ്യാഹി ബർവാനി ഹേ ദുകാൻ സേ. പക്ഷേ എനിക്ക് പേനയിൽ മഷി നിറക്കണം. എവിടെ നിന്ന്, ദുകാൻ സേ. ബർവാന എന്ന് പറഞ്ഞാൽ നിറയ്ക്കുക, ദുകാൻ എന്ന് പറഞ്ഞാൽ എന്താ, ഷോപ്പ്, കട. എനിക്ക് കടയിൽ നിന്നും പേനയിൽ മഷി നിറയ്ക്കണം എന്ന് പറഞ്ഞ് അവിടെ കഴിഞ്ഞു. ഇനി അടുത്തത് ഇതിനെക്കുറിച്ചൊന്നും കൂടി പറയാം. ഈ ചാപ്റ്റർ നമ്മളൊരു പടുക്കഥ, എന്താണ് പടുക്കഥ, നിങ്ങൾ 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ, പടുക്കഥ ഒരു തിരക്കഥ. അതുപോലെയാണ് നമുക്ക് ഈ ഒന്നാമത്തെ പാഠം ബീർബഹൂട്ടി ഒരു പടുക്കഥ പോലെയാണ് ഉള്ളത്. ഇത് കഴിഞ്ഞാൽ അടുത്ത് ഒരു ഡോട്ട് ഇട്ടിട്ടാണ്, 3 സ്റ്റാർ ഇട്ടിട്ട് അടുത്ത ഭാഗമാണ് തുടങ്ങുന്നത്.
ഇത് ഒരു ഓർഡറിലായിട്ടുള്ള പോകുന്നത്. നമ്മൾ പടക്കഥ നിങ്ങളറിയാം, പഠിച്ചതാണ് ഇതിനെക്കുറിച്ചുള്ള എങ്ങനെയാണ് പടക്കഥ എഴുതുന്നതും എങ്ങനെയാണ് കഥ എങ്ങനെയാണ് പടക്കഥയാക്കുന്നതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. 1981 का साल, അങ്ങനെ വർഷം എത്രയാ? 1981 का साल, 1981 വർഷം അല്ലേ? 1981 വർഷം. राजस्थान में जयपुर के नज़दीक सवारी गाड़ियों और मालगाड़ियों से सदा भरा फुलेरा जंक्शन. ഓക്കെ, എവിടെയാണ് ഈ സംഭവം നടക്കുന്നത്? രാജസ്ഥാൻ में जयपुर के नज़दीक, രാജസ്ഥാനിലെ ജയ്പൂരിന് നസ്ദീക് നമ്മൾ പഠിച്ചു അല്ലേ? അടുത്ത് രാജസ്ഥാനിലെ ജയ്പൂരിനടുത്തുള്ള സവാരി ഗാഡിയും, അവിടെ ഈ സവാരി ഗാഡി എന്ന് പറഞ്ഞാൽ ഗാഡി എന്ന് പറഞ്ഞാൽ അറിയില്ല, വാഹനം. ഇപ്പോൾ സവാരി ഗാഡി എന്ന് പറയാലോ ടാക്സികൾ, ഈ യാത്രാ വാഹനങ്ങളും. അതുപോലെ തന്നെ മാൽഗാഡി എന്ന് പറഞ്ഞാൽ ഈ ചരക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ചരക്ക് വാഹനങ്ങൾ, അതിനെന്താ പറയുക, ഗുഡ്സ് അല്ലേ? അങ്ങനെയുള്ള ചരക്ക് വാഹനങ്ങൾ. മാൽഗാഡിയോം സേ സദാ ബരാ ഫുലേര ജംഗ്ഷൻ അല്ലേ? സദാ എല്ലായ്പ്പോഴും ബരാ ഫുലേര ജംഗ്ഷൻ, നിറഞ്ഞ ആ ഒരു ഫുലേര ജംഗ്ഷൻ, അതാണ് സ്ഥലത്തിൻ്റെ പേര് അല്ലേ? ഫുലേര ജംഗ്ഷനിലാണ് ഇവർ സംഭവം. നോക്കുക, കസ്ബേക്ക് ലഗ്ബഗ് സുനി തങ്ക് ഗലിയാം, ആ പട്ടണത്തിൽ നിന്ന്, കസ്ബെ ചെറിയ പട്ടണത്തിൽ നിന്നും, സ്മോൾ ടൗൺ ചെറിയ പട്ടണത്തിൽ നിന്നും, ലഗ്ബഗ് ഏകദേശം, സുനി തങ്ക് ഗലിയാം വിജനമായ തെരുവുകൾ. ഗലി എന്ന് പറഞ്ഞാൽ തെരുവുകൾ, ഗലിയാം സ്ട്രീറ്റ്, തെരുവുകൾ, അവിടെ വിജനമായ കുറേ തെരുവുകൾ. ഗലിയോമേം ഖാമോഷ് ഗഡെ ബിജ്ലി കെ ഗംബെ, അങ്ങനെ ആ തെരുവുകളിൽ ഖാമോഷ് ഗഡെ, ഖാമോഷ് എന്ന് പറഞ്ഞാൽ നിശ്ചലമായി നിൽക്കുന്ന, നിശ്ചലമായി അവിടെ കിടക്കുന്ന, നിശ്ചലമായി കിടക്കുന്ന. ബിജ്ലി കെ ഗംബെ, ഇലക്ട്രിക് പോസ്റ്റുകൾ, ഇലക്ട്രിക് പോസ്റ്റ് അവിടെ നിശ്ചലമായി കിടക്കുന്നു. ഗംബോം കെ ബീച്ച് ഖീഞ്ചി താരോം കി കതാരേം, അങ്ങനെ ആ പോസ്റ്റിനിടയിലൂടെ എന്താണ് കമ്പികൾ, കുറേ കമ്പികൾ ഇങ്ങനെ അവിടെ കതാരേം വരിയായിട്ട് കുറേ കമ്പികൾ ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട്. इन गलियों में जहां तहां दिखाई पड़ते मीठी घंटियों बचाते फेरी वाला, അങ്ങനെ ഇവിടെ ഇൻ ഗലിയോമേ, ഈ തെരുവുകളിൽ, ഇൻ ഗലിയോമേ ജഹാൻ തഹാം, അവിടെ ഇവിടെയായിട്ട് നമുക്ക് ജഹാൻ തഹാം എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ബച്ചാത്തെ ഫേരി വാലെ, ഈ മധുരമായ മീട്ടിഗണ്ടി അല്ലെ, മധുരമായ ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള ഫേരിവാല എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ തെരുവ് കച്ചവടക്കാർ, അറിയില്ലേ? തെരുവ് കച്ചവടക്കാർ റോഡിന്റെ സൈഡിൽ, ഓരോ ടൗണിൽ അല്ലെ, ഓരോ ജംഗ്ഷനിലുണ്ടാവും റോഡിന്റെ സൈഡിൽ കുറെ സാധനങ്ങളൊക്കെ കൊണ്ട് അവിടെ വെച്ച് നിൽക്കുന്ന കച്ചവടം ചെയ്യുന്ന ആളുകൾ, അതാണ് തെരുവ് കച്ചവടക്കാർ. ഓക്കെ, ഫേരിവാല തെരുവ് കച്ചവടക്കാർ എന്ന് പറയും. ഏക്ക് അന്ധേരി സി ഗലീമേ ചഹ് സാത്ത് ഗദോം കി ഗുരോം കി ടോപ്പോം കി ആവാസേ, അങ്ങനെ ഏക്ക് അന്ധേരസി ഗലിമേ, ഒരു അന്ധേരസി ഗലി, അന്ധേര ഒരു ഇരുട്ട് നിറഞ്ഞ, അന്ധേരസി ഗലിമേ ഒരു ഇരുട്ട് നിറഞ്ഞ ആ തെരുവിലെ ചെഹ്സാത്ത് 6-7 ചെഹ്സാത്ത് 6-7 ഗദോം കി ഗുരോം കി ടോപ്പോം കി ആവാസേ, ഗദ് എന്ന് പറയാൻ കഴുത, ഗദോം കഴുതകളുടെ, ഗുരോം കി ടോപ്പോം കി ആവാസേ അവരുടെ ആ കാൽക്കുളമ്പിന്റെ ഗരും കി ടോപ്പ് എൻഡ്, ആ കാൽക്കുളമ്പ് അറ്റത്തിന്റെ ആവാസേം സൗണ്ട്. ഓക്കെ, ആ കാൽക്കുളമ്പിന്റെ കുതിരകൾ, ആ കഴുതുകൾ ഇങ്ങനെ നടന്നു പോകുമ്പോ അവരുടെ ആ കാൽക്കുളമ്പിന്റെ ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കാം. ഉഖാഡെ കുംഹാർ ഉൻകെ പീച്ചെ, അതിന് പുറകിലായിട്ട്, ഏതിന് പുറകിലായിട്ട്? ഈ കഴുതകൾക്ക് പുറകിലായിട്ട്. ചൽത്ത എക് ബദൻ ഉഖാഡെ കുംഹാർ, അതിന് പുറകിലായിട്ട് നടക്കുന്ന ഒരു എക് ബദൻ ഉഖാഡെ എന്ന് പറഞ്ഞാൽ ഷർട്ടൊന്നും ഇടാത്ത, ഷർട്ടൊന്നും ഇടാത്ത കൊശവൻ. ഈ മൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് പറയുന്നതാണ് കൊശവൻ എന്ന് പറയുന്നത്.
ഇതിനാണ് കുമാർ എന്ന് പറയും. അങ്ങനെ ഈ കൊച്ചുവന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ കഴുതകൾക്ക് ബാക്കിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇസി ദൃശ്യക്ക് बीच से गुजरते हुए दो स्कूली बच्चे बेला और साहिल इसी दृश्य के बीच ഈ ദൃശ്യങ്ങൾക്കിടയിൽ, ഏത് ദൃശ്യങ്ങൾക്കിടയിൽ നമ്മൾ പറഞ്ഞു ആ തെരുവിൽ ഇലക്ട്രിക് പോസ്റ്റുകൾ വിച്ഛിന്നമായി കിടക്കുന്നുണ്ട്, കമ്പികൾ അവിടെ കിടക്കുന്നു, അതുപോലെ തന്നെ കുറേ തെരുവ് കച്ചവടക്കാർ ഫേരി വാലയുടെ സൗണ്ടുകൾ കേൾക്കാം, അതുപോലെ തന്നെ 6 or 7 കഴുതുകൾ അവരുടെ കാൽക്കുളമ്പിൻ്റെ സൗണ്ടുകളും അല്ലേ, ഇതൊക്കെ കേൾക്കാം എന്ന് പറഞ്ഞു. ഈ ദൃശ്യങ്ങൾക്കിടയിലൂടെ ദോ സ്കൂളി ബച്ചേ 2 സ്കൂൾ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗുസർത്തേ ഹുയേ, ഗുസർത്തേ എന്ന് പറഞ്ഞാൽ കടന്നു പോവുക. ഈ ദൃശ്യങ്ങൾക്കിടയിലൂടെ 2 സ്കൂൾ കുട്ടികൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ആരാണ് അവർ? ബേല ഓർ സാഹിൽ. നമ്മുടെ ഈ കഥയിലെ കഥാപാത്രങ്ങളാണ് 2 അല്ലേ കുട്ടികൾ, ബേല ഓർ സാഹിൽ. ഉൻ ദിനോം പെൻ മേം 5 पैसे में നീലി സ്യാഹി ബരി ജാത്തി തി. ആ ദിവസം അല്ലേ, ഉൻദിൻ, ആ ദിവസം, ഉൻദിനോം പെൻമേ, പേനയിൽ അവർ എന്ത് നിറച്ചിരുന്നു, 5 पैसे നീലി സ്യാഹി ബരി ജാത്തി തി. എന്തുണ്ടായിരുന്നു? 5 പൈസയ്ക്ക്, 5 पैसे അല്ലേ, 5 പൈസയ്ക്ക് എന്ത് നിറച്ചിരുന്നു? നീലി സ്യാഹി, നീലി ബ്ലൂ, നീല അല്ലേ, സ്യാഹി എന്ന് പറഞ്ഞാലോ ഇങ്ക്, മഷി, നീല മഷി ആ പേനയിൽ നിറച്ചിരുന്നു. എവിടുന്നാണ് നിറച്ചത്? സ്റ്റേഷനറിക്ക് ദുക്കാൻ വാലെ ട്രോപ്പർ സെ പെൻമേം സ്യാഹി ബർത്ത് ദേ. അങ്ങനെ ആ സ്റ്റേഷനറി കടയിൽ നിന്ന് ആ കടക്കാരൻ, ദുക്കാൻ വാല അല്ലേ, ആ കടക്കാരൻ ചെയ്യുന്നു, ആ ട്രോപ്പറിൽ നിന്ന് അവർക്ക് ആ പേനയിൽ, അന്ന് പേനയിൽ മഷി നിറച്ചു കൊടുത്തിരുന്നു. ഓക്കെ, അങ്ങനെ ആ ദൃശ്യം അവിടെ കഴിഞ്ഞു അല്ലേ, ആ കഥയുടെ ആ ടോപ്പിക് എൻ്റെ അവിടെ കഴിഞ്ഞു. ഇനി അടുത്തത് നോക്കുക. അങ്ങനെ അവർ പേനയിൽ മഷി നിറച്ചു കഴിഞ്ഞു, നേരെ സ്കൂളിലേക്ക് പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നോക്കുക, അടുത്ത പാരഗ്രാഫ് നോക്കുക. പെൻമേം കുച്ചേ സ്യാഹി ബച്ചീതി. അങ്ങനെ പേനയിൽ എന്തുണ്ടായിരുന്നു? കുറച്ച് മഷി ഇങ്ങനെ ബാലൻസ് ഉണ്ട്. ബച്ചീതി എന്ന് പറഞ്ഞാൽ ബാക്കി ഉണ്ടാവുക, പേനയിൽ കുറച്ച് മഷി ബാക്കി ഉണ്ടായിരുന്നു. ഉസേ സാഹിലിനെ ജമീൻ പർ ചിടക്ക് ദിയ. അതെന്ത് ചെയ്തു? ഉസേ സാഹിലിനെ ജമീൻ പർ ചിടക്ക് ദിയ. ആ മഷി സാഹിൽ എന്ത് ചെയ്തത്? ജമീൻ പർ, ജമീൻ എന്ന് പറഞ്ഞാൽ നിലത്ത്, ഭൂമിയിൽ, നിലത്ത് എന്ത് ചെയ്തു? ചിടക്ക് ദിയ. ചിടക്ക് എന്ന് പറഞ്ഞാൽ കുടയുക. അങ്ങനെ ആ പേനയിലെ മഷി സാഹിൽ നിലത്ത് കുടഞ്ഞു. എന്തിനാവൻ കുടഞ്ഞത്? നയി സ്യാഹി ബർവാനെ കേലിയെ ദോനോം ദുക്കാൻ ബർ പഹൂഞ്ച. അങ്ങനെ മഷി കുടഞ്ഞിട്ട് നയി സ്യാഹി ബർവാനെ കേലിയെ, നയി അല്ലേ, പുതിയ മഷി നിറയ്ക്കാൻ വേണ്ടിയിട്ട്, നയി സ്യാഹി ബർവാനെ കേലിയെ, പുതിയ മഷി നിറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ 2 പേരും ദോനോം ദുക്കാൻ പർ പഹൂഞ്ചെ. അങ്ങനെ 2 പേരും എവിടെ എത്തി? ആ കടയിലെത്തി. 2 പേരും പേനയിൽ മഷി നിറയ്ക്കാൻ വേണ്ടിയിട്ട് 2 പേരും കടയിൽ എത്തി. എന്നിട്ട് പറഞ്ഞു, ഏക് പെൻ സ്യാഹി ബർദോ സാഹിൽ സെ പഹലെ ഹി ബേലാനെ ദുക്കാൻ വാലെ സെ കഹാ. ഏക് പെൻ സ്യാഹി ബർദോ, ഒരു പേനയിലെ ഈ ഒരു പേനയിൽ മഷി നിറക്കൂ അല്ലേ, നിറച്ചു തരൂ. സാഹി ബർദോ സാഹിൽ സെ പഹലെ ഈ ബേലാനെ ദുക്കാൻ വാലെ സെ കഹാ. അങ്ങനെ പറഞ്ഞാൽ എന്താ? സാഹിൽ സെ പഹലെ ഹി, സാഹിലെ പറയുന്നതിന് മുമ്പ് തന്നെ ബേലാനെ പറഞ്ഞു അല്ലേ. സാഹിലല്ല പറഞ്ഞത്, സാഹിൽ പറയുന്നതിന് മുമ്പേ ബേല ദുക്കാൻ വാലയോട് പറഞ്ഞു. അപ്പം മറുപടി ദുക്കാൻ വാല എന്താ പറഞ്ഞത്? ബേട്ടാ സ്യാഹിക്ക് ബോത്തൽ അബി അബി ഗാലി ഹോ ഗയി. ആ മക്കളെ, ബേട്ടാ സ്യാഹിക്ക് ബോത്തൽ, ആ മഷിയുടെ അല്ലേ, സ്യാഹിക്ക് ബോത്തൽ, ബോത്തൽ എന്ന് പറഞ്ഞാൽ കുപ്പി അല്ലേ, മഷി കുപ്പി, ആ മഷിയുടെ കുപ്പി അബി അബി ഗാലി ഹോ ഗയി. ഇപ്പം എന്തായിട്ടുണ്ട്? ഇപ്പോൾ ഗാലി ഹോ ഗയി, തീർന്നിട്ടുണ്ട്. മഷിയെല്ലാം അല്ലേ തീർന്നു പോയി, മഷിയെല്ലാം തീർന്നു പോയി. അബുത്തോ കൽ ഹി മിൽ പായെങ്കി, ഇനി എന്നാ വരികയുള്ളൂ? അബുത്തോ കൽ ഹി മിൽ പായെങ്കി, ഇനി നാളെ ലഭിക്കുകയുള്ളൂ. ഇന്നില്ല, നാളെ മഷി കിട്ടുകയുള്ളൂ, ലഭിക്കുകയുള്ളൂ. ഇവിടെയുള്ള മഷിയെല്ലാം തീർന്നു പോയി. ലേക്കിൻ इसने तो पेन में जो स्याही दी उसे भी जमीन पर छिड़क दिया. ബേല बोली. അത് കേട്ട ഉടനെ തന്നെ ബേല പറഞ്ഞു അല്ലേ, ലേക്കിൻ പക്ഷേ इसने तो पेन में जो स्याही दी, ഈ പേനയിൽ കുറച്ച് മഷി
ഉണ്ടായിരുന്നു. ഉസേബി അതും ജമീൻ പർ ചിടക് ദിയ അതും അവൻ എന്ത് ചെയ്തു കളഞ്ഞു. ജമീൻ പർ ചിടക് ദിയ നിലത്തേക്ക് ഇട്ട് കുടഞ്ഞു. ആ പേനയിൽ കുറച്ച് മഷി ഉണ്ടായിരുന്നു, ആ മഷിയെല്ലാം അവന് കുടഞ്ഞു. ആരാ പറഞ്ഞത്? ബേല ആ കടക്കാരനോട് പറഞ്ഞു. അത് കേട്ടോട് തന്നെ ആ കടക്കാരൻ ദുക്കാൻവാല കുട്ടികളോട് എന്താ പറഞ്ഞത്? ബാദൽ കോ ദേഖ് കർ ഗഡെ കോ നഹീ ടുലാന ചാഹിയേ. എന്താ പറഞ്ഞത്? ബാദൽ കോ ദേഖ് കർ ഗഡെ കോ നഹീ ടുലാന ചാഹിയേ. ബാദൽ അല്ലേ, കാർമേഘം. കാർമേഘത്തെ കണ്ടിട്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്? ഗഡേക്കോ ടുലാന ചാഹിയേ. ഗഡ എന്ന് പറഞ്ഞാൽ കുടം അല്ലേ, മൺകുടം നിറച്ച കുടം, വെള്ളം നിറച്ച ആ കുടം. ടുലാന ചാഹിയേ നെഹിൻ ടുലാന അല്ലേ, ഒരിക്കലും അതും ചെയ്യരുത്, കമിഴ്ത്തരുത്, മറിക്കരുത് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താ? കാർമേഘത്തെ കണ്ടിട്ട് നിറകൂടം ഒരിക്കലും മറിച്ചിടരുത്. ഇതൊരു ഉപദേശം എന്നുള്ള രൂപത്തിലാണ് ആ കടക്കാരന് കുട്ടികളോട് പറഞ്ഞത്. കാരണം എന്താണ്? മേഘം ഉണ്ടെന്ന് വിചാരിച്ച് കണ്ടെന്ന് വിചാരിച്ച് എന്താണ് മഴ പെയ്തോളം എന്നില്ല. നമ്മൾ മഴ പെയ്യുമ്പോൾ നല്ല വെള്ളം എടുത്തു വെക്കാമെന്ന് വിചാരിച്ചിട്ട് പാത്രത്തിൽ ആ വെള്ളം മറിച്ചിട്ടാൽ ചിലപ്പോൾ മഴ കിട്ടിക്കോളുന്നില്ല. അപ്പം എന്ത് ചെയ്യും? ഇതിലെ കുടത്തിലെ വെള്ളവും ഇല്ല, മഴ പെയ്ത വെള്ളമില്ല, അത് രണ്ടും ഇല്ലാതാവും. അതുപോലെയാണ് സാഹിലും ചെയ്തത്. ആ പേനയിൽ കുറച്ച് മഷി ഉണ്ടായിരുന്നു, അവൻ എഴുതാനുള്ള മഷിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവനെന്ത് ചെയ്തു? അത് പെട്ടെന്ന് കുടഞ്ഞ് കളഞ്ഞിട്ട് പുതിയ മഷി കടയിൽ നിന്ന് എനിക്ക് നിറക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവൻ അങ്ങോട്ട് ചെന്നത് അല്ലേ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇല്ല. അപ്പോൾ അതിനൊരു ഉപദേശം എന്നുള്ള രൂപത്തിൽ കടക്കാരൻ എന്താ പറഞ്ഞത്? ബാദൽ കോ ദേഖ് കർ ഗഡേ കോ നഹീം ടുലാന ചാഹിയേ. കാർമേഘത്തെ കണ്ടിട്ട് ഒരിക്കലും ആ കുടം മറിച്ചിടരുതേ. ദുക്കാൻ വാലെ ബയ്യാനെ കഹ അല്ലേ, ആ കടക്കാരൻ ആ കുട്ടികളോട് പറഞ്ഞു. ഓർ പൂച്ച എന്നിട്ട് ചോദിച്ചു. എന്താ ചോദിച്ചത്? കോൻ സി മേം പഠിത്തേ ഹോ. എന്താ ചോദിച്ചത്? കോൻ സി മേം പഠിത്തേ ഹോ, നിങ്ങൾ ഏതിലാ പഠിക്കുന്നത്? കോൻ സി മേം പഠിത്തേ ഹോ, നിങ്ങൾ ഏതിലാ പഠിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് മറുപടിയായിട്ട് പാഞ്ച്വി മേം സാഹിലിനെ ഏസേ ബുരേ മനസേ ബതായ ജൈസേ പാഞ്ച്വി മേം പഠന പാബ് ഹോ. ആരാ മറുപടി പറഞ്ഞത്? സാഹില മറുപടി പറഞ്ഞത്. അതെങ്ങനെയാ പറഞ്ഞത്? നമുക്കൊക്കെ അല്ലേ, ആ കടക്കാരന് അവരോടൊരു ഉപദേശിച്ചതാണ്. ഉപദേശിക്കുന്നൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല അല്ലേ. അങ്ങനെ അവൻ ആ ദേഷ്യം അല്ലേ, സംഘത്തിൻ്റെ ദേഷ്യമുണ്ട്. അതോടുകൂടി ആ കടക്കാരൻ ചോദിച്ചു, നിങ്ങൾ എത്രയിലാണ് പഠിക്കുന്നത് എന്ന്. അപ്പോൾ അവനെ ആ മറുപടി ആ ദേഷ്യത്തോട് കൂടിയിട്ടാണ് പറഞ്ഞത്. പാഞ്ച്വീമേം എങ്ങനെയാ? എസ് ബുരേ മനസ്സേ ബതായ, ഒരു മോശമായ ഒരു രീതിയിലാണ് പഠിക്കുന്നത്. എന്താണ്? ജയ്സേ പാഞ്ച്വീമേം പഠന പാബുഹോ. എന്താ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നതല്ല പാവാണോ എന്നുള്ള ആ ഒരു ഇമോഷനിൽ ആ ഒരു ഭാവത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം ആ സാഹിലെ ആ കടക്കാരനോട് മറുപടി പറഞ്ഞത്. പാഞ്ച്വീമേം. ഓക്കെ, ആ കടക്കാരൻ വീണ്ടും ഒരു ചോദ്യം കൂടി ചോദിച്ചു. ദോനോം ദുഖാൻവാല ബയ്യാനെ കഹ. ദോനോം നിങ്ങൾ രണ്ടുപേരും 5ലാണോ പഠിക്കുന്നത് എന്ന് ആ കടക്കാരനെ കുട്ടികളോട് ചോദിച്ചു. അപ്പോൾ ഹാം ദോനോം ഓർ ഹം ദോനോ കാ സെക്ഷൻ ബി ഏക് ഹി ഹേ യേ. അതെ, ഞങ്ങൾ രണ്ടുപേരുടെയും ഓർ ഹം ദോനോ കാ സെക്ഷൻ ബി ഏക് ഹി ഹേ യേ, ഞങ്ങൾ രണ്ടുപേരുടെയും സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിവിഷന് അല്ലേ, ഞങ്ങൾ രണ്ടുപേരുടെയും ഡിവിഷന് ഒന്ന് തന്നെയാണ്. ഏത്? എ 5A ക്ലാസ്സിൽ അല്ലേ, അതാണ് അവിടെയാണ് ഞങ്ങൾ പഠിക്കുന്നത്. ബേലാനെ ഏസെ ഖുഷ് ഹോക്കർ ബതായ. എങ്ങനെ ആ മറുപടി എങ്ങനെയാണ് ബേല പറഞ്ഞത്? ഖുഷ് ഹോക്കർ ബതായ, വളരെ സന്തോഷത്തോടു കൂടിയാണ് പറഞ്ഞത്. എന്നിങ്ങനെ അതിന് ഉദാഹരണമാണ് ജയ്സെ യഹ് കോയി ബഹുത്ത് ബഡി ബാത്ത് ഹോ. യഹ് കോയി ബഹുത്ത് ബഡി ബാത്ത് ഹോ, ഇതൊരു വലിയ കാര്യമായിട്ട്, ബാത്ത് എന്ന് പറയുന്ന കാര്യം അല്ലേ, വലിയ സംഭവമായിട്ടാണ് അത് ബേല ആ കടക്കാരനോട് മറുപടി പറഞ്ഞത്. അതെ, ഞങ്ങൾ രണ്ടുപേരും 5A ക്ലാസ്സിൽ തന്നെയാണ് പഠിക്കുന്നതെന്ന് ബേല വളരെ സന്തോഷത്തോടു കൂടി മറുപടി പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയാണ്, പകുതിയാണ് എടുത്തത് അല്ലേ. ഇത്രയും നിങ്ങൾ നന്നായിട്ട് വായിക്കണം, മനസ്സിലായോ? അപ്പോൾ ഈ പറഞ്ഞ കാര്യം അത്രയും നന്നായിട്ട് നിങ്ങൾ വായിച്ചു നോക്കണം. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് നിങ്ങൾ വായിക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഈ കഥയുടെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.